രാവിലെ തന്നെ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാം കാര്യം പറഞ്ഞു. ഹലോ ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ബേക്കറിയാണ്. അപ്പം നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യാണ്. കുറച്ചൊക്കെ നമുക്ക് മേലത്തെ എക്സസൈസിൻ്റെ ആ നടക്കണത് വേണ്ടായിരുന്നു അല്ലേ. അപ്പം കുറേ ആൾക്കാർ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പാർട്ട് ബ്രോ എന്നൊക്കെ. പിന്നെ പറഞ്ഞിട്ടുണ്ട് മുതലാളി വീട് വന്നത്. അത് നമുക്ക് ഒരു വട്ടം ചിന്തിച്ചു. നെക്സ്റ്റ് പാർട്ട് എന്തായിരുന്നു? അഡും. നിങ്ങൾ പറഞ്ഞാൽ അഡാതിരിക്കൂല. മറ്റെന്തെന്ന് പറഞ്ഞിരുന്നു? വീട് ശരി. ഓക്കെ, നമുക്കെന്തായാലും അപ്പോൾ നമ്മളെ വണ്ടി നമ്മളെ മുതലാളിൻ്റെ പരിയൊക്കെ വെച്ചോ. നമുക്കെന്തായാലും അപ്പോൾ നമ്മൾ പുതിയ ദിവസം അന്നൊക്കെ മേടിച്ച വണ്ടിയുണ്ട്. ഇത് മാറ്റിട്ട് ആ പഴയ വണ്ടി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ പഴയ വണ്ടി ഓർമ്മയില്ല. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് എടുക്കാം. അന്നത്തെ ആ കുഴപ്പം സൈഡ് കൊണ്ട് ഞാൻ നേരെ വിൽക്കണം. ഒക്കെ നമ്മളങ്ങനെ മുതലാളിന്റെ കരിയിലെത്തിയിട്ടുണ്ട്. ഇതെന്താ സാധനം നമുക്കറിയാം എന്താണെന്നോ. തന്നെ തരണം പൊട്ടിപ്പോകും. മുതലാളിനോട് ചോദിച്ചേക്കാം. മുതലാളി അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാറില്ല. നടക്കാനൊക്കെ പോകും. വെള്ളമൊക്കെ പാട്ടിട്ട് നടക്കാൻ പോകും. നമുക്ക് മുതലാളിനെ ഒന്ന് വിളിച്ചോക്കാം. ഓക്കെ, എവിടെ മുതലാളി? ആ പേര് നിൽക്കുന്ന പേരെന്തേലും ഇതന്നെ അല്ലേ? ഓക്കെ. വീടിന്റെ പ്ലാനൊക്കെ ഇതാക്കാണ് മുതലാളി. മുതലാളി വീട്ടില് അല്ല ഇല്ല, എങ്ങോട്ടോ ഒന്ന് പോയിക്കാണ് നമ്മളെ ഇതിന്റെ തീരുമാനത്തിന് കൊണ്ട്. എന്താ പറഞ്ഞേ? നമുക്ക് എന്തായാലും എങ്ങോട്ടിനിപ്പോ പോകും. അയ്യോ ചേട്ടാ, ഒരുത്തനാടെ വണ്ടി പുതിയത് നിൽക്കുന്നത് നല്ല ഡാമേജ് എന്നിട്ടാണ് ഇതെല്ലാതും. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡോറും വീട്ടൊക്കെ പോകും. അത്രയ്ക്ക് എന്നാലും നല്ല കുറച്ച് കട്ടിലേക്ക് നമ്മുടെ ഈ വണ്ടി നമുക്ക് ഒരു മെക്കാനിക്കലിന്റെ പറഞ്ഞു. ഞാനെപ്പോഴേ പറഞ്ഞു ഇതൊക്കെ ചെയ്യുമ്പോ നേരെ നോക്കിയ ബാക്കത്തിൽ പോകുന്നു. നീ അവർക്കൊരു ആക്ടിങ് ഉണ്ട്. നമ്മളെ ഇവിടെ അധികം വണ്ടികളൊന്നും അയ്യോ അമ്മേ, അയ്യോ നമ്മൾ തെറിച്ചുകൊണ്ട് പോയിട്ട്